ഹലോ മൈ ഡിയേഴ്സ്, നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് മണി ബ്ലോക്സ് റിമൂവൽ ചെയ്യുന്നത് എന്നാണ്. പലരെയും സംബന്ധിച്ചിട്ട് ഒട്ടും വർക്കിംഗ് ആവാത്ത രീതിയാണ് ഈ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പൊ നോർമലി ലോ ഓഫ് അട്രാക്ഷന്റെയോ മൈൻഡ് മാസ്റ്ററുടെയോ ടേംസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ മനുഷ്യർക്ക് മേ ബി ഇതൊന്നും മനസ്സിലാവണമെന്നില്ല. തന്നെയുമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആവുന്ന കാര്യങ്ങൾ ചിലർക്ക് വർക്കിംഗ് ആവണമെന്നില്ല. ചിലപ്പോൾ എനിക്ക് വർക്കിംഗ് ആവുന്ന മെത്തേഡ് ആയിരിക്കത്തില്ല ചിലരെ സംബന്ധിച്ച് വർക്കിംഗ് ആവുന്നത്. ചിലർക്ക് ചിലത് ശരിയാവും, ചിലത് ശരിയാവത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് മണിയുടെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യം എല്ലാവരും യൂണീക്കാണ്. എല്ലാവരും വന്നിരിക്കുന്നത് ഡിഫറെന്റ് സമൂഹത്തിൽ നിന്നിട്ടാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള അമ്മയിൽ നിന്നും അച്ഛന്മാരിൽ നിന്നും ഒക്കെയാണ് വന്നിരിക്കുന്നത്, ഇല്ലേ? ഒരേ കുടുംബത്തിൽ തന്നെയുള്ള രണ്ട് വ്യത്യസ്ത വ്യക്തികൾക്ക് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരേ കുടുംബത്തിൽ വളർന്നു വന്ന സിബ്ലിങ്സിന് പോലും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മണി വിചാരങ്ങളൊക്കെ ആയിരിക്കും ഉള്ളത്. അപ്പം അവരുടെ പാരമ്പര്യമാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പം എന്ത് ചെയ്യേണ്ടതാണ് നമുക്ക് ഈ വന്നിരിക്കുന്ന കാര്യങ്ങൾ? ഇപ്പൊ എല്ലാവരും നോർമലി പറയുന്നത് ഹോപ്പണോപ്പണോ ചെയ്യണം, അല്ലെങ്കിൽ ചക്ര മെഡിറ്റേഷൻ ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയും. അല്ലെങ്കിൽ റൂട്ട് ചക്ര നിങ്ങളുടെ ക്ലിയർ ആവാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മണി വരാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുന്ന ഇതിൻ്റെതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണത്തെ മരം കായ്ക്കുന്നില്ല, ആ ചിന്തകൾ മാറ്റൂ, ഈ ചിന്തകൾ മാറ്റൂ, ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്, അല്ലേ? പക്ഷേ ഇതൊക്കെ പരീക്ഷിച്ചിട്ടും ഇപ്പോഴും യാതൊരു രീതിയിലും മാറ്റമില്ലാത്ത ആൾക്കാരുണ്ട്. കാരണം ഞാൻ പറയട്ടെ, എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഓപ്പണോ വർക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ റൂട്ട് ചക്ര എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം ഈ ആൾക്കാരൊക്കെ പറഞ്ഞ ഞാൻ അതൊക്കെ ശാന്തി ചെയ്ത് നോക്കി, അതിനുള്ള എക്സസൈസ് ചെയ്ത് നോക്കി, അതുമായി ബന്ധപ്പെട്ട മുദ്രാസ് ഒക്കെ ചെയ്ത് നോക്കി. എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഓവർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ച് സംഭവിച്ചിട്ടില്ല. ദാറ്റ് ഇസ് റിയാലിറ്റി എന്നെ സംബന്ധിച്ച്. പക്ഷേ ഇതിനേക്കാളൊക്കെ മുമ്പ് തന്നെ, ഇതൊന്നും അറിയാതെ തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ കുറെ കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി ഞാൻ അബൻഡൻസിലേക്ക് മാറിയതിനുള്ള റീസൺസ് എന്ന് പറഞ്ഞിരിക്കും. ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തരാം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത് എന്നെ പോലുള്ള ആൾക്കാർക്ക് കുറേയധികം ഉപകാരമാക്കും. കാര്യം ഓരോ വ്യക്തികളും ഡിഫറെന്റ് മെന്റാലിറ്റിയാണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കർമാസ് ആണ്. അപ്പൊ അതിനെല്ലാം ബാധിച്ചിട്ടായിരിക്കും. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ വെളിച്ചങ്ങൾ വീശട്ടെ. ഈ പറയുന്ന ടെക്നിക്സുകളൊക്കെ വർക്ക് ചെയ്തിട്ടും പിന്നെ നിങ്ങൾക്ക് യാതൊരുവിധ മാറ്റവും, അതായത് നമ്മൾ ആ കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം എപ്പോഴും ഇതിന് വേണ്ടിയിട്ട് ഇതെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ ഒരു കൃത്യമായിട്ടുള്ള ഫ്രീക്വൻസിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പററി ഷിഫ്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഒരു പേപ്പർ എടുക്കേണ്ടതാണ്. അപ്പം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾക്ക് ഈ പൈസയെ പറ്റിയിട്ട് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ടെൻഷനാണ് വരുന്നത്, അത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതായത് നിങ്ങളുടെ ഫിയർ എന്താണ്? മൈ ബിഗ്ഗസ്റ്റ് ഫിയർ അബൌട്ട് മണി എന്താണ്? ആ ഒരു ഫിയറിനെ നിങ്ങൾ സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതുക. അതായത് നിങ്ങൾ ചൈൽഡ്ഹുഡിൽ തന്നെ വന്നിരിക്കുന്നു. ഇപ്പൊ മീൻസ് നിങ്ങളുടെ അമ്മ പറയുവാണ്, ഇപ്പം ക്യാഷ് എല്ലാം പെട്ടെന്ന് അങ്ങ് തീർന്നു പോവാണ്, നമുക്ക് വരവിനേക്കാൾ കൂടുതൽ ചെലവാണ് എന്നൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രോഗ്രാം. അതുകൊണ്ട് രണ്ടറ്റവും നമുക്ക് കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. എന്താണ് നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള പ്രോബ്ലം? അതിനെ നിങ്ങൾ ശരിക്കും ഐഡന്റിഫൈ ചെയ്യുക. കാര്യം ആ കുഞ്ഞുനാളിന് മുതലുള്ള നമ്മുടെ ഒരു പ്രോഗ്രാമിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പം എന്താണ് എൻ്റെ മണി റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ പേടി? അത് ഉള്ളത് മൊത്തം നഷ്ടപ്പെട്ടോ, അതോ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമോ, അതോ ഞാൻ ഒന്നും ഇല്ലാതായി തീരുമോ? ഇതൊക്കെ പല രീതിയിലുള്ള ഫിയറും നമ്മളെ ബാധിക്കുന്നതാണ്. അപ്പൊ എന്താണ് എന്നിട്ടുള്ള കാര്യം നിങ്ങൾ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മണി റിലേറ്റ് ചെയ്ത്, ഓർ നിങ്ങൾക്ക് പൈസ പേ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണോ, ഓർ പിന്നെ പിള്ളേരുടെ ഫീസ് അടയ്ക്കാൻ നേരത്തെ എങ്ങനെ കംപ്ലീറ്റ് ആവും എന്നുള്ള ബുദ്ധിമുട്ടാണ്? എന്താണ് നിങ്ങളുടെ ഫിയർ എന്നിട്ടുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഇമോഷനോട് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ എവിടെ നിന്നിട്ടാണ് ആ ഒരു ഫീലിംഗ് വരുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നിട്ടാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ വയറ്റിൽ നിന്നിട്ടാണോ? ഒരു ടെൻഷൻ ഇങ്ങനെ വരത്തില്ലേ? ആ ഇമോഷൻ എന്താണ്? ആ ഒരു ടൈമിൽ നിങ്ങൾക്കുണ്ടാകുന്ന എന്താണ്? കരച്ചിലാണോ, വിഷമമാണോ, അതോ ദേഷ്യമാണോ? പൈസ ഇല്ലാതെ വരുമ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഇമോഷനോട് നിങ്ങളൊന്ന് എഴുതി വെക്കണം. ഓക്കെ, ആ എഴുതി വെച്ചതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇത്രയും ടൈം കൊണ്ട് നിങ്ങൾ എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ബാലൻസ് എഴുതി വെച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ എങ്ങനെയായിരുന്നു നിങ്ങളോട് പ്രതികരിച്ചത്, നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യപ്പെട്ട സമയത്ത്, നിങ്ങൾ എന്തെങ്കിലും ടൂർ പോകുന്ന പറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിൽ പിന്നെ ഇതിനെ പറ്റിയുള്ള ഏറ്റവും വലിയ പേടി എന്താണ്, അത് നിങ്ങൾ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് ആ ഒരു ടൈമിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഇമോഷൻ, ചിലപ്പോൾ ഒന്നോ രണ്ടോ ഇമോഷൻസ് വരാം, അതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ എഴുതി വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നിങ്ങൾ റിയാലിറ്റിയിൽ എന്താണ് മണി ഉപയോഗിച്ച് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്, എത്ര രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റും, ആ സംഭവങ്ങൾ നിങ്ങൾ കിട്ടിയതായിട്ട് സങ്കല്പിച്ചങ്ങ് എഴുതുക. ഒരു ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസത്തെ ചെലവ് 20,000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പൊ എങ്കിൽ നിങ്ങൾ ആ 20,000-നെ 12 കൊണ്ട് ഗുണിക്കുക. ഇപ്പൊ നിങ്ങളുടെ ഏജ് 30 വിചാരിച്ചോ, എങ്കിൽ നിങ്ങൾ ഇനി 40 വർഷം കൂടെ നിങ്ങൾ ജീവിക്കുന്നുണ്ട്. ആ 40 വർഷത്തേക്കുള്ള നിങ്ങളുടെ ഒരു പിന്നെ ക്യാഷ്, അതായത് ഇപ്പൊ നിങ്ങൾ 20,000 ഗുണം 12 ഗുണം 40, അപ്പൊ അത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലാണ്. നിങ്ങൾക്ക് അത്രയും ക്യാഷ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പൊ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയാം. മനസ്സിലായോ? അതായത് ഞാൻ എഴുതി കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും.
ഒരു സെക്കൻഡ്. അതായത് നിങ്ങൾ ഇപ്പം വിചാരിച്ചിരിക്കുന്ന നിങ്ങളുടെ മാസ ചെലവിന് 20,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടന്നു പോകാമെന്ന് വിചാരിക്കുക. ഇനി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര കിട്ടും? അത്യാവശ്യം ഒരു വർഷത്തേക്ക് നമുക്ക് വേണ്ട ചെലവ്. അതേ ഗുണം നിങ്ങൾക്ക് ഇപ്പൊ 30 വയസ്സുണ്ട്, ഒരു 70 വയസ്സൊക്കെ ഒരു ആവറേജ് വെച്ച് ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഇനി ജീവിക്കാൻ പോകുന്ന 40 വർഷം വിചാരിക്കാം. അപ്പൊ അതായത് നമുക്ക് ഏകദേശം ഇത്രയും രൂപ, ഇത്രയും പൈസ നമ്മുടെ കയ്യിൽ ഇന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് അനുഭവിക്കുന്നുണ്ട്? ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാര്യം ഈ ഒരു പൈസ അല്ല അന്നത്തെ ജീവിത ചെലവെങ്കിൽ ഈ ഇത്രയും പൈസ ഇന്ന് നമ്മൾ FD ഇട്ടാൽ പോലും നമുക്ക് അതിൽ കൂടുതൽ കാശ് കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ ജീവിക്കണമെങ്കിൽ ഈ ഇത്രയും തുക നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും നോർമലി. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? അപ്പം നിങ്ങൾ ഈ ഒരു പൈസ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സാധിക്കാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണം. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഗോൾസ് അറ്റൈൻ ചെയ്യേണ്ടത്, മണി ഉപയോഗിച്ച് നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസമാകാം, നിങ്ങളുടെ എന്തുമായിക്കോട്ടെ അത് റിലേറ്റ് ചെയ്ത്. ഇപ്പൊ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര ക്യാഷ് വേണം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്തതായിട്ട് എന്തൊക്കെ ഗോൾസ് ആണ് നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാവുന്നതാണ്? എഴുതി വെക്കാവുന്നതാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് അതായത് നിങ്ങൾ എന്തൊക്കെയാണോ ഇപ്പുറത്ത് അനുഭവിച്ചിരിക്കുന്നത്, അതായത് ഒരു സൈഡിൽ നിങ്ങൾ എന്ത് എഴുതി? നിങ്ങളുടെ ഫിയർ എഴുതി. ഇനി അതിനെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷനാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സൊല്യൂഷൻ റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഇത്രയും രൂപ എനിക്ക് കിട്ടിയതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. അതായത് ഇങ്ങനെ ഒരു ഇതിൽ വേണം നമ്മൾ ഇനി മുതൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് നമ്മളുടെ ആവശ്യം, എന്താണ് നമ്മൾക്ക് വേണ്ടത്, അതിനനുസരിച്ച് നമ്മൾക്ക് ജീവിക്കണം. നമ്മൾ എപ്പോഴും ഇതിലാണ് ജീവിക്കുന്നത്, മനസ്സിലായി? നമ്മളുടെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ദേഷ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടും എന്തേ കിട്ടത്തുള്ളൂ? ദേഷ്യമേ കിട്ടത്തുള്ളൂ, അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സംഭവത്തിനെ, അതിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഫിയർ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമിനെ മാറ്റിയിട്ട് നമ്മൾ എല്ലാം എന്ത് ചെയ്യുക? അതിലാണ് നമുക്ക് അത് കിട്ടുന്നു, അങ്ങനെ കിട്ടുന്നു എന്ന് ചിന്തിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഈ ഫിയർ ആണ് കൂടുതലായിട്ട് നമ്മളിൽ അധികരിച്ച് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇത് പറ്റത്തില്ല. അപ്പം ക്രമേണ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ട്യൂൺ ഇൻ ചെയ്തുകൊണ്ട് വരണം. 24/7 അവേഴ്സ് നമ്മൾ ട്യൂൺ ഇൻ ചെയ്ത് നമ്മൾ ഇതിലേക്കാണ് എന്നിട്ടുള്ള കാര്യം നമ്മുടെ ലോജിക്കൽ മൈൻഡിലേക്ക് ചെറുകെ വിശ്വസിക്കുകയും അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്കും ഈ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് തൽക്കാലത്തേക്ക് എന്താവും? ഒന്ന് സ്റ്റോപ്പ് ആവും. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തേക്ക് ഒരു ആൽഫ ബീറ്റ സ്റ്റേറ്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈസി ആയിട്ട് ഈ ഇൻജക്ഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി കയറി പോകും. മനസ്സിലാവുന്ന പറയുന്ന കാര്യം? അപ്പൊ ആ ടൈമിൽ വേണം നമ്മൾ ഈ സംഭവങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നിട്ടുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ ഫീൽ ചെയ്ത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഒത്തിരി ടൈം ഒന്നും ഇത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട. മാക്സിമം ഒരു 2 മിനിറ്റ് ഒക്കെ നിങ്ങൾ ചെയ്തേച്ചാൽ മതി. അപ്പൊ അത് നിങ്ങൾക്ക് എത്രമാത്രം ഇടവേളകളിൽ ഈ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ മെഡിറ്റേഷനകത്ത് നമുക്ക് ഈ പറയുന്ന പ്രോസസ്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം സാധ്യതകളാണ് നമ്മുടെ ലൈഫ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ പറയുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു പാറ്റേൺ, ഇതിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറഞ്ഞത്. ഈ പാറ്റേൺ മാറ്റാത്തത്തോളം കാലം നമ്മുടെ ലൈഫിൽ ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളുള്ള കാര്യങ്ങളേ വരത്തുള്ളൂ. അന്നേരം അത് വെച്ചുകൊണ്ട് നമ്മൾ എത്രമാത്രം ഹോപ്പണോ ചെയ്താലും അല്ലാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും ഫോക്കസ് ഇല്ലാത്ത ഒരു വ്യക്തി എന്ത് ചെയ്യത്തില്ല? അവരുടെ കോൺഷ്യസ് മൈൻഡിനെ അത് ജീവിച്ചടുത്തേക്ക് പോകത്തില്ല. അപ്പൊ അവർക്ക് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് കാമാക്കി കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന സജഷൻസ് ഓട്ടോമാറ്റിക്കലി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നിങ്ങളുടെ മണി ഫിയർ എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ മാറി മണി അബണ്ടൻസിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ 100% എന്റെ ലൈഫിലെ കാര്യങ്ങളെല്ലാം ഞാൻ നേടിയെടുത്തിരിക്കുന്നത് എന്റെ മെഡിറ്റേഷൻ വഴിയിട്ടാണ്. അപ്പൊ അത് 100%. കാരണം ഇപ്പോഴാണ് ഈ ഹോപ്പണോപ്പണോ അതുപോലെ തന്നെ ആ റൂട്ട് ചക്ര അല്ലാതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോർമലി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ പ്രപഞ്ചവുമായിട്ട് ഒരു കണക്ഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി പ്രപഞ്ചത്തിന് അറിയാം. അത് നമ്മളുടെ ഓരോ ചിന്തകൾക്കും എപ്പോഴും എസ് എന്നിട്ടുള്ള ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് തദാസ്തു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ നെഗറ്റീവ് പറഞ്ഞാലും കൊള്ളാം, പോസിറ്റീവ് പറഞ്ഞാലും കൊള്ളാം, അത് എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നത് എസ് എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡ് കൊണ്ടാണ്. അപ്പൊ നമ്മൾക്ക് ഇതാണ് ആവശ്യം എന്നിട്ടുള്ള കാര്യം, നമുക്ക് അത് വേണം എന്നിട്ടല്ല, നമ്മൾ അതാണ് എന്ന് പറയുന്ന അതേ ഫ്രീക്വൻസിയിൽ വേണം നമ്മൾ ട്യൂൺ ഇൻ ചെയ്യാൻ. ഇത് പറയുന്നത് പോലെ നിസ്സാരമല്ല. ഏറ്റവും നെഗറ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തിനെ സംബന്ധിച്ചിട്ട്, അതായത് നമുക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല എങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ അങ്ങ് ആലോചിച്ചാൽ പോരെ. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിനെ, അതായത് റിയാലിറ്റിയെ നിങ്ങൾക്ക് മറക്കാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താവത്തുള്ളൂ? നിങ്ങളുടെ ഡ്രീം ലൈഫിലേക്ക് നിങ്ങൾക്ക് ട്യൂൺ ഇൻ ചെയ്യണമെങ്കിൽ പ്രസന്റ് ലൈഫിൽ നിങ്ങൾ അത് എൻജോയ് ചെയ്യണം, അത് നിങ്ങൾ ഫീൽ ചെയ്യണം, വിഷ്വലൈസ് ചെയ്യണം. അതിൽ നിങ്ങൾ ജീവിച്ചെങ്കിൽ മാത്രമേ ആ സംഭവം നിങ്ങളിലേക്ക് വരത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യാമെങ്കിൽ 100% നിങ്ങൾക്ക് ജോലിയില്ല, ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്ത സമയത്ത് എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ എന്റെ ലൈഫ് ഇത്രമാത്രം ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് ഉയരാമെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഉയരാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട്
നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ദർ ഇസ് നെവർ എനഫ് മണി ആൻഡ് മണി ഗോസ് ഔട്ട് ഫാസ്റ്റ്. അതായത് നമ്മുടെ അമ്മമാരുടെയോ അല്ലെങ്കിൽ അച്ഛന്മാരുടെയോ ഒക്കെ വാക്കിൽ നിന്നൊക്കെ നമ്മൾ പല രീതിയിലുള്ളത് കേട്ടിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഏതൊക്കെ തോട്ടുകളാണ് നമ്മുടെ മനസ്സിലുള്ളത് അതൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ആദ്യം നെഗറ്റീവ് എഴുതിയിരിക്കുന്ന കാര്യമുണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് വലിച്ചു കീറി കളഞ്ഞിട്ട് നന്നായിട്ട് ഒരു ബുക്കിനകത്തോട്ട് നിങ്ങൾ എഴുതി വെക്കണം. പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ വേണ്ടിയിട്ട് എത്ര വേണം, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടിയുള്ളത്, അതൊക്കെ ഒരു 2, 3, 4 ഗോൾസ് ഒക്കെ ആയിട്ട് കൃത്യമായിട്ട് മണി ഗോൾസ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ച് അതിനെ നിങ്ങൾ വീണ്ടും വീണ്ടും വിഷ്വലൈസ് ചെയ്യണം. വിഷ്വലൈസേഷൻ ഹൈ പവർ ആണ് കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പിന്നെ അയ്യോ ഇത് കിട്ടുമോ ഇത് കിട്ടും, അതായത് നമ്മളൊരു വിത്ത് ഇട്ടിട്ട് എപ്പോഴും പോയിട്ട് എന്ത് ചെയ്യുവാണ്, തുറന്നു നോക്കുന്നത് പോലാണ് ഈ സംശയം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമുക്കിപ്പോ ഒരാള് ഒരു കാര്യം എന്തെങ്കിലും പറഞ്ഞു, അപ്പൊ നമ്മളോട് ചോദിക്കുവാണ് നീ ആരോടെങ്കിലും പറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയോട് ദേഷ്യം വരത്തില്ലേ എന്ന് പറയുന്നത് പോലാണ് യൂണിവേഴ്സിന്റെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പരിപൂർണമായിട്ട് ആ ശക്തിനെ നമ്മൾ വിശ്വസിച്ച് അതിൽ തന്നെ അങ്ങ്, അതായത് യൂണിവേഴ്സിന്റെ കുഞ്ഞാണ് നമ്മൾ, ഞാൻ യൂണിവേഴ്സിന്റെ മകളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒന്നിനെ പറ്റിയിട്ടും പേടിയില്ല. മനസ്സിലായോ? അപ്പൊ ആ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള പവറിൽ നമ്മൾ വിശ്വസിക്കുക. കാര്യം നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതും ഒന്നും നമ്മൾ സ്വന്തമായിട്ട് എന്താണ് ചെയ്തിട്ടാണോ? അല്ല, അതൊക്കെ നാച്ചുറലി സംഭവിക്കുന്നതാണ്. അപ്പൊ നമ്മളുടെ ചിന്താഗതികൾ ഇങ്ങനെ മാറ്റി കൊണ്ടിരിക്കുക. ഇപ്പൊ ഇന്ന് വരെ നമ്മൾ അനുഭവിച്ചിരിക്കുന്നതെല്ലാം എന്ത് തന്നെയാണ്, ഇന്നലെ നമ്മൾ ചെയ്തതിന്റെ ഫലമാണ്. പക്ഷെ അത് നമ്മൾ ഇപ്പോഴെങ്കിലും നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പൊ അറിയാൻ പറ്റിയിരിക്കുന്ന നിമിഷത്തിൽ നിങ്ങൾ എന്ത് പറയണം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് ഇന്ന് മുതൽ ഞാൻ എന്റെ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മാറ്റും എന്നിട്ടുള്ള രീതിയിൽ നിങ്ങൾ ദൃഢവിശ്വാസം എടുക്കണം. ഞാൻ ഈ പറയുന്നത് പോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 1, 2 ഇതല്ല, നമ്മൾ കുറേ നാൾ അതിന് വേണ്ടിയിട്ട് പയറ്റി റെഡിയാക്കി വരണം. അതായത് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഈ ഒരു വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ കർമ്മഫലങ്ങൾ അത്യാവശ്യം ക്ലിയർ ആയി വന്നതുകൊണ്ടാണ് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പോലും തോന്നിയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ കുറച്ച് അഫർമേഷൻസ് ഇവിടെ പറയുന്നുണ്ട്, അത് നിങ്ങൾ ഫീലിംഗോട് ഉൾപ്പെട്ടിട്ട് പറയണം. ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചാൽ മതി എത്ര ടൈം മുതലാണ് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ എപ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ നോർമലി പറ്റുന്ന ടൈമാണ്, നമ്മൾ എഴുന്നേറ്റ ഉടനെയും അതുപോലെ തന്നെ കിടക്കുന്നതിന് കുറച്ച് മുമ്പും. അതായത് ബെഡിൽ തന്നെ ഇരുന്ന് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ബെറ്റർ. നമുക്ക് കുളിക്കണമെന്നോ നനയ്ക്കണമെന്നോ അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. അതായത് ഉപബോധ മനസ്സെന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും, അതായത് ആൽഫ സ്റ്റേജ് അല്ലെങ്കിൽ ബീറ്റ സ്റ്റേറ്റിലേക്കൊക്കെ കടക്കുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ നമ്മൾ ഉറങ്ങുന്നതിനും തൊട്ട് മുൻപും അതുപോലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് ആദ്യത്തെ 20 മിനിറ്റും അല്ലെങ്കിൽ നമ്മൾ ബെഡിന് ഉറങ്ങുന്നതിന് മുൻപ് 20 മിനിറ്റുമാണ് ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഏറ്റവും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് രാത്രിയിൽ നിങ്ങൾ കൊടുക്കുന്നതാണ്. കാര്യം ഒരു 3-4 മണിക്കൂറോളം നമ്മൾക്ക് ഡീപ് ലെവൽ ഈ പറയുന്ന സംഭവങ്ങൾ ഇങ്ങനെ കടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഈ ലാസ്റ്റ് കിടക്കുന്ന സമയത്ത് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള വാർത്തകളും അതുപോലുള്ള പിന്നെ സീരിയൽസും വെബ് സീരീസും ഒന്നും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകരുത്. അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തു വരും. 100% ആണ്. കാര്യം ഈ ഉപബോധ മനസ്സിന് അറിയത്തില്ല നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, അതാണ് കൂടുതലും ഇതിന് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ വീഡിയോസിനും വിഷ്വൽസിനുമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു 2 ടൈം വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മാറ്റാൻ പറ്റും. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് വേണമെങ്കിലാണ് ഈ പറഞ്ഞിരിക്കുന്ന മെഡിറ്റേഷൻ ടൈം കൂട്ടിയിട്ട് ആ ഒരു ടൈമിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? അപ്പം ഈ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഹൃദയത്തിൽ കൈവച്ചിട്ട് വേണം ഇത് പറയാൻ വേണ്ടിയിട്ട്. പറയാം, ഞാന് ഏറ്റവും സ്നേഹമുള്ളതും സമൃദ്ധവും യോജിപ്പുള്ളതുമായിട്ടുള്ള യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത്. ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്. ഐ ലീവ് ഇൻ എ ലവിങ് അബൻഡന്റ് ഹാർമോണിയസ് യൂണിവേഴ്സ് ആൻഡ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. ആ ഫീലിംഗോട് കൂടിയിട്ട് നിങ്ങളുടെ ഹൃദയത്തിലെ ആ ഹൃദയ സ്പന്ദനം നിങ്ങൾ കേൾക്കണം. എല്ലായിടത്തു നിന്നും എല്ലാവരിൽ നിന്നും നല്ലത് മാത്രമാണ് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഗുഡ് കംസ് ടു മീ ഫ്രം എവരിവെയർ ആൻഡ് എവരി വൺ. എല്ലാവരിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും എന്നിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും നല്ലത് മാത്രമാണ്. ഐ എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഓൾ ദ ഗുഡ് ഇൻ മൈ ലൈഫ്. ഐ എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഓൾ ദ ഗുഡ് ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ എന്റെ ഹൃദയം കൊണ്ട് നന്ദി അർപ്പിക്കുന്നു. ഐ എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഓൾ ദ ഗുഡ് ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ അതീവ കൃതാർത്ഥനാണ്. ഫീൽ ഇറ്റ്. ഓരോ ദിവസവും എന്നിലേക്ക് അതിശയകരമായിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോ ദിവസവും എന്നിലേക്ക് പുതിയ പുതിയ അതിശയകരങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈച്ച് ഡേ ബ്രിങ്സ് വണ്ടർഫുൾ ന്യൂ സർപ്രൈസസ്. ഓരോ ദിവസവും അതിശയകരമായിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. I release all resistance to money and allow it to joyously into my life. എനിക്ക് പണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ഞാൻ ഇതിനാൽ റിലീസ് ചെയ്യുന്നു. എൻ്റെ ലൈഫിലേക്ക് കൂടുതൽ കൂടുതൽ
സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളും ആനന്ദം അനുഭവിക്കുന്ന കാര്യങ്ങളും ഞാൻ എന്നിലേക്ക് കടന്നു വരാൻ അനുവദിക്കുന്നു. എന്നിലുള്ള എല്ലാ മണി റിലേറ്റഡ് ആയിട്ടുള്ള പൈസ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ ഞാനായിട്ട് എൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം ഞാൻ ഈ നിമിഷം റിലീസ് ചെയ്യുകയാണ്. പൂർണ്ണമായും ഞാൻ അതിനെ വിട്ടയക്കുകയാണ്. എന്നിട്ട് എൻ്റെ ലൈഫിലേക്ക് ആനന്ദകരമായിട്ടുള്ള നിമിഷങ്ങളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ ആണ് ആകർഷിക്കുന്നത്. എനിക്ക് ഏറ്റവും വേണ്ടതായിട്ടുള്ള, എനിക്ക് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ഞാൻ ആകർഷിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും എനിക്കും കൂടി ഡിസേർവിംഗ് ആണ്. ഞാനും അതിന് അവകാശിയാണ് എന്ന ബോധം എനിക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ നല്ല കാര്യങ്ങളെയും ഞാൻ എന്നിലേക്ക് ആകർഷിക്കുകയും അതിന് ഞാൻ ഡിസേർവിംഗ് ആണ്, ഞാൻ അതിന് അധികാരിയാണ്, ഞാനും അത് അനുഭവിക്കാൻ അവകാശമുള്ളവളാണ് അല്ലെങ്കിൽ ഉള്ളവളാണ് എന്ന ഒരു ബോധം നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ വന്നതായിട്ട് ശരിക്കും ഫീൽ ചെയ്യുക. അതിനെ നിങ്ങളിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾ അലൗ ചെയ്യുക. ഞാൻ എൻ്റെ ഓരോ ബില്ലുകളും വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് ഞാൻ പേ ചെയ്യുന്നത്. ഞാൻ ജീവിക്കുന്നത് ഏറ്റവും സന്തോഷമുള്ളതും സമൃദ്ധി നിറഞ്ഞതും യോജിപ്പുള്ളതുമായിട്ടുള്ള പ്രപഞ്ച ശക്തിയിലാണ്. ഞാൻ ഓരോ നിമിഷവും നിന്നോട് കടപ്പെട്ടവൾ അല്ലെങ്കിൽ കടപ്പെട്ടവനാണ്. എല്ലാ സ്ഥലത്തു നിന്നും എനിക്ക് നല്ലത് മാത്രമാണ് വന്നിരിക്കുന്നത്. എല്ലാവരും എന്നെ നല്ല രീതിയിലാണ് കാണുന്നത്. എല്ലാത്തിനും എനിക്ക് നന്ദി. ഞാൻ ഇതുവരെ എൻ്റെ മാതാപിതാക്കൾ ചെയ്തു തന്നതും ഞാൻ ഇതുവരെ അനുഭവിച്ചിരിക്കുന്ന എല്ലാ മണി എനർജീസിനും ഞാൻ നന്ദി പറയുന്നുണ്ട്. പല അവസരങ്ങളിലും ഞാൻ നന്ദി കാണിക്കാതിരുന്നതിൻ്റെയും എല്ലാത്തിനും കൂടെ ക്ഷമ ചോദിച്ച് ഞാൻ ഇപ്പോൾ ഈ ഒരു നിമിഷം ആ ഒരു മണി എനർജിയുമായിട്ട് ശരിക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് അലൈൻ ചെയ്തിരിക്കുകയാണ്. ഞാനും മണിയും തമ്മിൽ ഇപ്പോൾ ഹെവി ഫ്രണ്ട്സ് ആണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. പൂർണ്ണമായിട്ടും പ്രകൃതി ശക്തികള്, പ്രപഞ്ചം നിങ്ങളുടെ പ്രാർത്ഥന റിസീവ് ചെയ്യുന്നതും നിങ്ങളുടെ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കാൻ വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിട്ടും നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ ഫീൽ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കൈകൾ രണ്ടും റബ്ബ് ചെയ്തിട്ട് ആ ഒരു എനർജി നിങ്ങളുടെ കണ്ണിലേക്ക് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് സ്ലോലി നിങ്ങൾക്ക് കണ്ണ് തുറക്കാവുന്നതാണ്. ഇത് നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് നിങ്ങൾക്ക് രാത്രിയും രാവിലെയും ഒക്കെ കാണാവുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ അബണ്ടൻസ് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു പൂർണ്ണ വിശ്വാസത്തിൽ സർവ്വവും പ്രപഞ്ച ശക്തിയിൽ അർപ്പിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. 100% വർക്കിംഗ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.